ശബരിനാഥിന് നേരെ ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ UDF-ഉം വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കവുമായി മുന്നോട്ടിറങ്ങുകയാണ്. കാരണം ശബരിനാഥ് എല്ലാം തന്നിഷ്ടപ്രകാരമാണ് ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ഏതൊരു തെരഞ്ഞെടുപ്പിൽ നിന്നാൽ പോലും, അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ പോലും അവിടെ 8 നിലയിൽ പൊട്ടുന്ന, കെട്ടിവെച്ച കാശ് പോലും തിരിച്ച് പിടിക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് ശബരിനാഥ് എന്ന് പറയുന്നത്. ആകെപ്പാടെ ശബരിനാഥിന് ഒരു പിന്തുണ ഉള്ളത് കാർത്തികേയന്റെ മകൻ, കാർത്തികേയൻ എന്ന ആ ഒരു വ്യക്തിയുടെ ഒരു പ്രഭാവം, അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലായിരുന്നാലും പൊതുജനങ്ങളിലായിരുന്നാലും. അവരുടെയൊക്കെ ഒരു സഹതാപ വോട്ടുകളാണ് ഇന്ന് ശബരിനാഥിന് കിട്ടുന്നത്. അല്ലാതെ ശബരിനാഥിന് പ്രത്യേകമായിട്ട് ജനങ്ങൾക്കൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു അനുഭൂതിയോ ഒന്നും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. 10-15 വർഷം വെറുതെ വീട്ടിലിരുന്ന സമയത്താണ് ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് കൗൺസിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അങ്ങനെയാണ് ജനങ്ങൾ കൊടുത്ത ഒരു വോട്ട്, അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിലറായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു പ്രയോജനമൊന്നും ആ വാർഡിനുമില്ല, അവിടുത്തെ നാട്ടുകാർക്കുമില്ല. ചുമ്മാ ഇരുന്നത് കൊണ്ടുള്ള ഒരു സഹതാപ തരംഗം അല്ലെങ്കിൽ ഒരു സഹതാപ വോട്ട്, ആ വോട്ട് ജയിച്ചാണ് ശബരിനാഥ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ വന്ന് കൗൺസിലറായിട്ടിരിക്കുന്നത്. ഇപ്പോൾ UDF-നും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ശബരിനാഥ് എന്ന് പറയുന്നത്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP-യെ അവിടെ നിന്നെടുത്ത് പുറത്ത് ചാടിക്കാനുള്ള ഒരു നീക്കമാണ് ശബരിനാഥ് നടത്തുന്നത്. പക്ഷേ അത് കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ UDF-ഉമായിട്ടോ ഒരു തരത്തിലുമുള്ള ഒരു ആലോചന അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ചർച്ച നടത്താതെയാണ് അവിശ്വാസം കൊണ്ടുവരും. അതായത് നാളെ ആണ് കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ്, ഒരു കൗൺസിൽ യോഗം നടക്കുന്നത്. അതിലേക്ക് നാളെ അവിശ്വാസം കൊണ്ടുവരുമെന്നാണ് ശബരിനാഥ് ഇപ്പോൾ വീമ്പിളക്കുന്നത്. പക്ഷേ അങ്ങനെ കൊണ്ടുവരാനായിട്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ നഗരസഭയിൽ വ്യക്തമായ ഒരു ഭൂരിപക്ഷമില്ല, അതായത് വ്യക്തമായ ഒരു കൗൺസിലർ ഇല്ല. UDF-ന് ഒരു അവിശ്വാസം, BJP-ക്കെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നും ഒരു 51 കൗൺസിലർമാരെങ്കിലും ഉണ്ടാകണം. LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു 51 കൗൺസിലർമാർ ഉണ്ടാകണം. പക്ഷേ അതൊന്നും ഇല്ലാത്തൊരവസ്ഥ. UDF-നാകെ 20 കൗൺസിലർമാരും LDF-നാകെ 25 അടുപ്പിച്ചുള്ള കൗൺസിലർമാർ മാത്രമേ നിലവിലുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് UDF-ഉം LDF-ഉമായിട്ട് കൈകോർത്ത് കൊണ്ടുള്ള ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷവും LDF-UDF-ഉം തമ്മിലുള്ള ഒരു അന്തർധാര, ഇവർ രണ്ടുപേരുമാണ് ഒന്നിച്ചു നിന്ന് കേരളം ഭരിക്കുന്നത് എന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ എത്തുമ്പോൾ അത് ഭാവിയിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും വലിയ രീതിയിലുള്ള ഒരു തലവേദന ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ UDF പറയുന്നത് ഇപ്പോൾ അവിശ്വാസമൊന്നും വേണ്ട, അതുകൊണ്ടാണ് നാളെ രാവിലെ ഒരു 10:00-ക്ക് നഗരസഭയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രതിഷേധ മാർച്ചിലേക്ക് ഒതുക്കി തീർത്താൽ മതി എന്ന് UDF-ലെ നേതാക്കന്മാർ പറയുന്നത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസം കൊണ്ടുവരുമെന്ന് വീമ്പിളക്കിയ കോൺഗ്രസ് കൗൺസിലർ പാർട്ടി ലീഡർ ശബരിനാഥ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നേതൃത്വത്തോട് ആലോചിക്കാതെ അവിശ്വാസം കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന വിമർശനവുമായി മുതിർന്ന നേതാക്കളടക്കം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്.